ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഇരിക്കുന്നുണ്ട്, അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ മേടിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമേ തന്നെ പറയാം, ഞാനൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറോ ഫോട്ടോഗ്രാഫറോ ഒന്നുമല്ല. ഒരു യൂട്യൂബിന്റെ പർപ്പസിന് വേണ്ടി ഞാനൊരു കാനോൺ M50 Mark II ക്യാമറ കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്തതിന് ശേഷം എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യമേ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയപ്പോഴായിരുന്നു എനിക്കൊരു ക്യാമറ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് തോന്നിയത്. ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏകദേശം ഒരു വർഷം കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബെറ്റർ ജോബ് കാര്യങ്ങളൊക്കെ കിട്ടി. അതുകൊണ്ട് തന്നെ ഞാനൊരു ക്യാമറ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ക്യാമറയുടെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിനെപ്പറ്റി യൂട്യൂബിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ അടുത്ത് ചോദിച്ചപ്പോൾ അന്ന് കിട്ടിയ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നീ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിറർലെസ് ക്യാമറ കാര്യങ്ങൾ മാത്രം പർച്ചേസ് ചെയ്താൽ മതി, ഒരു DSLR ഒന്നും പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത്. ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. ഞാനൊരു മിറർലെസ് ക്യാമറ കാര്യങ്ങളാണ് ചൂസ് ചെയ്തത്. അന്ന് പർച്ചേസ് ചെയ്ത ക്യാമറ എന്ന് പറയുന്നത് കാനോൺ M50 Mark II ആണ് ഞാൻ അന്ന് പർച്ചേസ് ചെയ്തേക്കുന്ന ക്യാമറ. അതേ ക്യാമറ തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഈ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു 55,000 റുപ്പീസിൻ്റെ അടുത്താണ് ഈ ഒരു ക്യാമറയ്ക്ക് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് കൊടുത്ത് ഞാൻ ഈ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു അഡീഷണൽ ട്രൈപോഡ് കൂടി മേടിച്ചു. അതിന് ഏകദേശം ഒരു 1500 ഒക്കെ വന്നു. ഒരു 10,000 റുപ്പീസ് നിങ്ങൾ കൂട്ടി വയ്ക്കൂ. അപ്പോൾ ഒരു 56,000 റുപ്പീസിന് ഈ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നു, എൻ്റെ റൂമിൽ കൊണ്ടുവന്നു. ഞാൻ നോർമലി വീഡിയോസ് കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ എടുക്കുന്ന പോലെ തന്നെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തു. എൻ്റെ ക്യാമറ എൻ്റെ ട്രൈപോഡിൽ വെച്ചതിന് ശേഷം വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോഴാണ് അറിയുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിൽ വന്നതിൻ്റെ ഒക്കെ അത്രയും ക്വാളിറ്റി പോലും നമുക്ക് ഈ ഒരു ക്യാമറയെ കൂടെ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ക്യാമറ ഇത്ര ക്വാളിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ നോക്കിയപ്പോഴാണ് പിന്നീട് അറിയുന്നത്, ലെൻസ് കാര്യങ്ങളൊക്കെ മേടിക്കണം. ഒരു അടിപൊളി ലെൻസ് കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് അറിഞ്ഞു. അപ്പോൾ പിന്നീട് ലെൻസ് ഏതായിരിക്കണം എന്നൊക്കെ തപ്പി നടന്നു. അപ്പോൾ പിന്നീട് വീഡിയോസ് നോക്കുമ്പോൾ കാനോൺ M50ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ലെൻസ് ഏതാണെന്നാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു യൂട്യൂബർ പറയുന്നത് 50mm ലെൻസ് ആയിരുന്നു പുള്ളിക്കാരൻ മേടിച്ചത്, അടിപൊളി ലെൻസ് കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഓപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എന്താണെന്ന് നോക്കാതെ ഞാൻ ഈ ഒരു 50mm ലെൻസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഈ ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഇതിനെ നമ്മുടെ മിറർലെസ് ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 50mm കാര്യങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഓൾറെഡി ഒരു 10,000 റുപ്പീസ് പോയി. അതുപോലെ തന്നെ അഡാപ്റ്റർ മേടിച്ചപ്പോൾ ഒരു 4,000 റുപ്പീസും പോയി. അപ്പോൾ ഈ ഒരു 50mm ആയിട്ട് കണക്ട് ചെയ്ത് വീണ്ടും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്നപ്പോഴാണ് അറിയുന്നത്, ഈ ഒരു 50mm കണക്ട് ചെയ്തിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അപ്പുറത്തെ മുറിയിൽ പോയിരുന്നാൽ മാത്രമാണ് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം അത്രയും ലെങ്തിയാണ് ഈ ഒരു 50mm എന്നുള്ളത്. ഓൾറെഡി എനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നീട് കിറ്റ് ലെൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് കിറ്റ് ലെൻസ് കാര്യങ്ങളൊക്കെ വെച്ച് വീഡിയോസ് എടുക്കുമ്പോൾ അത്രയ്ക്കും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പിന്നീട് വീണ്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞു, നല്ല ലൈറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കിറ്റ് ലെൻസിൽ തന്നെ നല്ല ബെറ്റർ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളത്. പിന്നീട് ഈ ഒരു ലെൻസിൻ്റെ ഒക്കെ പുറകെ പോകാതെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കിയപ്പോൾ പിന്നീടാണ് ലൈറ്റിങ്ങിൻ്റെ പ്രൈസിങ് അറിയുന്നത്. ലൈറ്റിങ്ങിന് ഗോഡോക്സ് XL60 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രൊഡക്റ്റിന് എന്ന് പറയുന്നത് ഏകദേശം 10,000 റുപ്പീസിൻ്റെ അടുത്ത് മാത്രം ആ ഒരു പ്രൊഡക്റ്റിന് വരും. അതുപോലെ ഇതിൻ്റെ ട്രൈപോഡിന് വീണ്ടും അഡീഷണൽ 1,000 റുപ്പീസ് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഒരു സോഫ്റ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഒരു 5,000 റുപ്പീസ് കൂടി ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ടും ഈ ഒരു ലൈറ്റിങ് കാര്യങ്ങൾ വെച്ചിട്ടും എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രമാണ്. കാര്യം കിറ്റ് ലെൻസ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്യാമറയുടെ ഒപ്പം കിട്ടുന്ന ആ ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ബ്ലർ ആവില്ല. അതുപോലെ തന്നെ ലൈറ്റിങ്ങിൻ്റെ അടുത്തുള്ള പെർഫോമൻസ്, ലോ ലൈറ്റ് പെർഫോമൻസ് എന്നൊക്കെ വളരെ ശോകമായിരിക്കും. നല്ല ലൈറ്റിങ് ഇപ്പോൾ ഈ ഒരു ഗോഡോക്സിൻ്റെ SL60യുടെ ഒരു 85% അല്ലെങ്കിൽ ഒരു 90% ലൈറ്റ് കൂട്ടി വച്ചാൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ വരുന്നത്. പക്ഷേ ഈ ഒരു അഡീഷണൽ ലെൻസ് ഒരു Sigma 60
50mm ഒരു 35,000 രൂപ കൊടുത്താണ്. അതായത് നമ്മുടെ ക്യാമറ മേടിച്ച 55,000 രൂപയുടെ ഒക്കെ അടുക്ക നിൽക്കുന്ന 35,000 രൂപ കൊടുത്താണ് ഈ ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ മേടിച്ചത്. പക്ഷേ ഈ ഒരു ലെൻസ് കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസ് എടുക്കാൻ തോന്നി തുടങ്ങിയത്. ഈ ഒരു 50mm ആണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു കൈ വയ്ക്കുന്നത് ഇത്ര അടുത്ത് പോലും വരില്ലായിരുന്നു. ഞാൻ അത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസും എൻ്റെ ചാനലിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇത്രയാണ്. ആദ്യമേ പോയി ഒരു മിറർലെസ് ക്യാമറ പർച്ചേസ് ചെയ്യുന്നതിന് ഞാൻ നെഗറ്റീവ് ഒന്നും പറയൂല. മിറർലെസ് ക്യാമറ ആയിരിക്കും ഒരു വ്ളോഗറിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ഉള്ള ഒരു ഓപ്ഷൻ. പക്ഷെ നിങ്ങളൊരു ഫസ്റ്റ് മേടിക്കാതെ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷനിലായിട്ടൊക്കെ നോക്കുക. കാരണം ഇത്തരത്തിലെ പല വ്ളോഗേഴ്സൊക്കെ വിട്ടുവിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ വിട്ടുവിട്ട് പോകുന്നവരിലേക്ക് അടിപൊളി ലെൻസ് അടക്കം അവർ കൊടുക്കാനായിട്ടുണ്ടാവും. ഇപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു M50 ഒരു 40,000 റുപ്പീസിന് ഒരു 40,000 രൂപയ്ക്ക് ഇതിൻ്റെ ബോഡി മാത്രം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ് മേടിക്കുന്ന എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു അടിപൊളി ലെൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ലെൻസ് എപ്പോഴും ഫ്രഷ് മേടിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളപ്പോൾ ക്യാമറയിലേക്കുള്ള ഒരു അപ്ഗ്രേഡിന് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് ഈ കാണുന്ന രീതിയിൽ വരെയും നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ നിലവിൽ മൊബൈൽ ഫോണിലാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അത്രയും ടൈറ്റ് ആണെങ്കിൽ ഒരിക്കലും ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കൊണ്ട് തന്നെ വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ലോ ലൈറ്റ് പെർഫോമൻസ് അടിപൊളിയായിട്ട് കിട്ടും. ക്യാമറ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഡാർക്ക് മുറിയിലാണ് ഇരിക്കുന്നത്. ആ ഒരു മുറിയിൽ ലൈറ്റിംഗ് കൊണ്ട് മാത്രമാണ് ഇത്രയധികം പിടിച്ചു നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇത്രയധികം ലൈറ്റിങ്ങിനും കൂടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ക്യാമറ കാര്യങ്ങളൊക്കെ എടുക്കുക. ഔട്ട്ഡോർ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവരെ പറ്റി നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അവർക്ക് പുറത്തെ സൺലൈറ്റ് ഒക്കെ യൂസ് ചെയ്തും അടിപൊളി വീഡിയോസ് എടുക്കാം. പക്ഷേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ലോ ലൈറ്റ് പെർഫോമൻസ് അടിപൊളിയായി കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു എമൗണ്ട് നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ എന്തായാലും പർച്ചേസ് ചെയ്യാവുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് പർച്ചേസ് ചെയ്യാനില്ല എങ്കിൽ ഒരു iPhone 13 ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു ലെൻസിനൊന്നും എമൗണ്ട് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട വരില്ല. സിനിമാറ്റിക് മോഡ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഐഫോണിൽ നിന്നോ അല്ലെങ്കിൽ സാംസങ്ങിൽ നിന്നോ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഒന്നും കാര്യങ്ങളൊന്നും അതിലേക്ക് വരില്ല. ഇന്ന് ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു 2 വർഷം റൺ ചെയ്തപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റുകളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്